അമേരിക്കയിലെ ലൂസിയാനയിലുള്ള ഒരു വലിയ ജയിൽ. അവിടുത്തെ മരണശിക്ഷ നടപ്പാക്കുന്ന ഇടുങ്ങിയ മുറിയിലെ ഇലക്ട്രിക് ചെയറിലിരുന്നുകൊണ്ട് അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, സാർ, എൻ്റെ മുഖം മൂടരുത്, എനിക്ക് ഇരുട്ടിനെ പേടിയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരത ചെയ്തവനെന്ന് മുദ്രകുത്തപ്പെട്ടപ്പോഴും 6 അടിയിലധികം ഉയരമുള്ള ആ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് നന്മയുടെയും ക്രൂരതയുടെയും ആഴാളെന്ന ഒരു വിശ്വപ്രസിദ്ധ സിനിമയെക്കുറിച്ചാണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കഥ കേട്ടാലോ. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ കഴിയുന്ന സെല്ലുകളിൽ നിന്ന് ഇലക്ട്രിക് ചെയറിലേക്ക് പോകുന്ന ഒരു പച്ച നിറത്തിലുള്ള നടപ്പാതയാണ് ജയിലിൽ ഗ്രീൻ മൈൽ എന്ന് വിളിക്കുന്നത്. അവിടേക്കൊരു ദിവസം ജോൺ കോഫി എന്നു പേരുള്ള ഒരു മനുഷ്യനെത്തുകയാണ്. 2 പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നാണ് അയാൾക്ക് മേലുള്ള കുറ്റം. കണ്ടാൽ ഒരു രാക്ഷസനെ പോലെ ഇരിക്കുമെങ്കിലും ഇരുട്ടിനെ പേടിയുള്ള ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആ മനസ്സായിരുന്നു അയാളുടേതെന്ന് അവിടുത്തെ ജയിൽ ഗാർഡനായ പോൾ തിരിച്ചറിയുന്നു. പക്ഷേ അത്ഭുതം അതൊന്നുമല്ല. മറ്റുള്ളവരുടെ വേദനയും രോഗവും സ്വന്തം ശരീരത്തിലേക്ക് വലിച്ച് അവരെ സുഖപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു വരദാനമായിരുന്നു ജോൺ കോഫി. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഒരു കൊലപാതകയാകും? എനിക്ക് ഈ ലോകത്തിലെ വേദനകൾ സഹിക്കാൻ കഴിയുന്നില്ല ബോസ്, അതെൻ്റെ തലയിൽ കുപ്പിച്ചില്ലുകൾ തറയ്ക്കുന്നത് പോലെ തോന്നുന്നു എന്നയാൾ പറയുമ്പോൾ കണ്ടു നിന്നവരുടെ കണ്ണുകൾ പോലും നിറഞ്ഞിരുന്നു. ടോം ഹാങ്സിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണിത്. പ്രശസ്ത സംവിധായകൻ ഫ്രാങ്ക് ബാരൻ ബോൾട്ട് ഒരുക്കിയ ഈ മാസ്റ്റർ പീസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. സിനിമയുടെ പേര് ദ ഗ്രീൻ മൈൽ. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.